എങ്ങനെയുണ്ട് തുടക്കം? പടം നല്ലൊരു മെസ്സേജ് ഉള്ള ഫിലിമാണ് തീർച്ചയായും. എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? വിസ്മയം നന്നായിട്ടുണ്ട്. എങ്ങനെയായിരുന്നു പടം? എങ്ങനെയുണ്ട് പടം? സൂപ്പറാണ്. വിസ്മയം എങ്ങനെയുണ്ട്? വിസ്മയ സൂപ്പറാണ്. തുടക്കംകുളം നല്ല പടം, സൂപ്പർ മൂവിയാണ്. കൊള്ളാം, നല്ല കൊള്ളാം, നല്ല ലാലേട്ടൻ്റെ ഒരു വരക്കം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര വരക്കം തന്നെ കേട്ടോ, സത്യം. പിന്നെ പാട്ടും നല്ലതായിരുന്നു. ഫിലിം നല്ല ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറി. അതെ, ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ വെച്ച് ഞാൻ കണ്ടില്ല വെച്ചാൽ ഒരു നല്ല 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 ഫിലിം, നല്ല മൂവി. നല്ല ഫിലിമാണ് തുടക്കം. നല്ലൊരു മോഹൻലാലിൻ്റെ മോള് നല്ലൊരു തുടക്കമായിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. കാരണം വളരെ ചെറിയ ഒരു വിഷയത്തെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വർക്ക് ചെയ്ത് നല്ല രസമായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒരു സ്ത്രീകൾക്കൊക്കെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്ട്. തുടക്കം എങ്ങനെയുണ്ട്? നന്നായിരുന്നു. കുട്ടി നല്ല, സ്പെഷ്യലി വില്ലൻ വളരെ നല്ലതായിരുന്നു. വിസ്മയം നന്നായിരുന്നു, വളരെ നാച്ചുറൽ ആക്ടിങ്, അച്ഛൻ്റെ ഗുണം കിട്ടിയിട്ടുണ്ട്. നല്ല ഫിലിമാണ്, നല്ല ഫിലിമാണ്. സൂപ്പർ സൂപ്പർ നല്ല സിനിമ. വിസ്മയം എങ്ങനെയുണ്ട്? സൂപ്പർ നല്ല പടം. അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? ബെസ്റ്റ്, ആശിഷ് ബെസ്റ്റ്. വിസ്മയം ഗുഡ് പടമായിരുന്നു, സൂപ്പർ. എങ്ങനെയുണ്ട് വിസ്മയൊക്കെ? വിസ്മയ ഉഗ്രനായിട്ടുണ്ട്. പെൺപിള്ളേർക്ക് നല്ലൊരു ഇൻസ്പിറേഷൻ. നല്ല പടമായിരുന്നു, നല്ലതാണ്. ആക്ഷനൊക്കെ എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമില്ലായിരുന്നു, കാണാൻ നല്ല ഒരു സിനിമയായിരുന്നു. പക്ഷേ അത്ര ഹൈപ്പിനനുസരിച്ചില്ലായിരുന്നു. നല്ല ഫൈറ്റ് സീൻസൊക്കെ നല്ല, അഭിനയം ഇനി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. സൂപ്പർ സിനിമ. വിസ്മയൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ നല്ല ഫിലിം. വിസ്മയം എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. അടിപൊളി അടിപൊളി വിസ്മയ അടിപൊളി. ആന്റണി പെരുമാറിൻ്റെ മകനും നല്ല സൂപ്പറാണ്. നല്ല സിനിമ, സൂപ്പറാണ്. കൊള്ളാം, നല്ല സിനിമ. എങ്ങനെയുണ്ട് അഭിനയമൊക്കെ? അഭിനയൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. വിസ്മയ മോഹൻലാൽ എങ്ങനെയുണ്ട്? സൂപ്പർ. എങ്ങനെയുണ്ട് തുടക്കം? നല്ല നല്ല ഫിലിം. എങ്ങനെയുണ്ട് തുടക്കം? എങ്ങനെയുണ്ട് തുടക്കം? അടിപൊളിയായിരുന്നു. എങ്ങനെ വിസ്മയ മോഹൻലാലൊക്കെ? അടിപൊളിയായിരുന്നു. ലാസ്റ്റ് ഫൈറ്റൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടു നന്നായിട്ട്. കൊള്ളാം. വിസ്മയ എങ്ങനെയുണ്ട്? വിസ്മയ പൊളിച്ചിട്ടുണ്ട്. തുടക്കം കൊള്ളാം. എങ്ങനെയുണ്ടായിരുന്നു തുടക്കം? അടിപൊളി, നല്ല ഇഷ്ടപ്പെട്ടു, നന്നായിട്ട്. അച്ഛൻ്റെ മോള് തന്നെ. കുഴപ്പമില്ല, നല്ല മാർഷൽ ആർട്സ് ഒക്കെ ഉള്ള ഇതാണ്. നന്നായിട്ട് വിസ്മയ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഫൈറ്റൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മോഹൻലാൽ ഒന്ന് ഇടയ്ക്ക് സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. കൊള്ളാം, നല്ല നല്ല മൂവി. തുടക്കം കൊള്ളാം, എങ്ങനെയുണ്ട് മോഹൻലാൽ? മോളും കൊള്ളാം, നല്ല കൊള്ളാം. കുഴപ്പമില്ല, പിള്ളേർക്ക് നല്ലത് തന്നെയല്ല പറ്റിയത്. ഇതുപോലെ എല്ലാ പിള്ളേരും പഠിക്കണം. ഇല്ല നല്ല നല്ല സിനിമ. അടിപൊളി അടിപൊളി അടിപൊളി. നല്ല സിനിമയായിരുന്നു, നന്നായിട്ടുണ്ട്. വിസ്മയുടെ അഭിനയം നന്നായിട്ടുണ്ട്. ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന വലിയൊരു സബ്ജക്റ്റ് എടുത്തിട്ട് അതിനെ വെച്ചിട്ടാണ് സിനിമ ചെയ്യുന്നത്. എല്ലാ ഗേൾസിനും ഒരു ഇൻസ്പിറേഷനാണ്. നല്ല ഇഷ്ടപ്പെട്ട് കണ്ടോണ്ടിരിക്കാം. വിസ്മയ കൊള്ളാം, ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു. ഒരു ഇങ്ങനെ എന്റർടൈൻമെന്റ് ആണ്. അടിപൊളി, നല്ല സിനിമ, വിസ്മയൊക്കെ നല്ല അടിപൊളി, നന്നായിട്ടുണ്ട്. ആക്ഷനൊക്കെ എങ്ങനെയുണ്ട്? എന്താണ് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട പടത്തില്? പടം എന്താണ് ഇഷ്ടപ്പെട്ട പടത്തില്? എങ്ങനെ ആക്ഷനൊക്കെ എങ്ങനെയുണ്ട്? ആന്റണി പെരുമാറിന്റെ മോനാണെങ്കിൽ അടിച്ച് തള്ളി പറിച്ചു. എങ്ങനെയുണ്ട് പടം? നല്ല പടം, നല്ല ബെസ്റ്റ് പടം. ബെസ്റ്റ് പടം എന്ന് വെച്ചാൽ ഒരു മാഷും കുട്ടിയും തമ്മിലുള്ള സംസാരം ഉണ്ടല്ലോ, നല്ല വളരെ ഒരിക്കലും ഒരു അച്ഛനും മോളും തമ്മിൽ പറഞ്ഞു കൊടുക്കുന്നല്ല ഇഷ്ടമില്ല. പക്ഷേ ഇത് നല്ല ഇതുപോലെ ആയിരിക്കണം. നല്ല സിനിമ, നല്ല പക്വതയോടുള്ള അഭിനയം, നല്ല ഭാവിയുണ്ട് ആ കുട്ടി. കേരളത്തിൻ്റെ മോഹൻലാൽ എന്നുള്ള ഏറ്റവും വലിയ സ്റ്റാർ തന്നെയാണ്. അയാളുടെ മകൾ അഭിനയിച്ചത്, അതിലും ഭയങ്കര അഭിനയം. അതിനേക്കാളും വലിയൊരു നടനാണ് ആന്റണി പെരുമാറുന്ന ഡ്രൈവറുടെ മകൻ. സൂപ്പറായിട്ട് അഭിനയിക്കുന്നു, അടിപൊളി അഭിനയം. ഇതുപോലെ ഒരു മലയാള സിനിമ ഇറങ്ങി, ഇപ്പോൾ അടുത്തിറങ്ങിയിട്ടുണ്ട്. അതാണ് അഭിനയം. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ലാലേട്ടനെ ഇത്ര കുറച്ചായിട്ട് കണ്ടതിന് ഞാൻ ഒട്ടും കൂട്ട് നിൽക്കുന്ന ആളല്ല. ലാലേട്ടൻ ഇത്രയും വലിയ ലാലേട്ടനെ ഇങ്ങനെ ചെറുതാക്കിയതിനെ പറ്റി ഞാൻ കൂട്ടേ നിൽക്കൂല. ഫെമിനിസ്റ്റ് പടം എന്ന് വെച്ചാൽ ഫെമിനിസ്റ്റ് പടം. ആരും കാണല്ലേ, എനിക്ക് അത്ര പറയാം.
കഥയുണ്ട്, എല്ലാം ഉണ്ട്, ഓക്കെ. ഇത്തിരി ഹൈപ്പിൽ വന്ന പടമല്ല. പക്ഷെ ലാലേട്ടൻ ഇത്രയും കുറച്ച് കളഞ്ഞതിനെ പറ്റി എനിക്ക് ഒരു അഭിപ്രായം. ലാലേട്ടൻ അങ്ങ് തരം താഴ്ത്തി കളഞ്ഞു. ഇങ്ങനെ ഒരു ഇത്രയും നല്ല നമുക്കറിയാം ലാലേട്ടനെ പറ്റി. ഇത്രയും വലിയൊരു മനുഷ്യനെ ഇത്രയും ചെറിയൊരു റോൾ സൈഡാക്കി കളഞ്ഞു. അതിന് ഞാൻ എങ്ങനെ പറയാം, അഭിനയമൊക്കെ ഉള്ള എല്ലാം ഓക്കെ. പക്ഷെ ഫെമിനിസ്റ്റ് പടം കണ്ടിരിക്കാം, ഒറ്റ ടൈം വാച്ച് അങ്ങനെ പറയാൻ പറ്റും. പക്ഷെ വലിയതായിട്ട് ഒരു ഹൈപ്പ് പറയാതിരിക്കാൻ വയ്യ. എങ്ങനെയുണ്ട് വിസ്മയ? സൂപ്പർ. മോഹൻലാലിന്റെ മോളെന്ന് തെളിയിച്ചിട്ടുണ്ട്. പറയാതിരിക്കാൻ വയ്യ. ബെസ്റ്റ്. നല്ല മൂവിയാണ്. മാർഷൽ ആർട്സ് മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മൂവിയാണ്. വളരെ നല്ല കാര്യമാണത്. നമ്മുടെ പെൺപിള്ളേരൊക്കെ ഇത് കണ്ട് വരട്ടെ, മുമ്പോട്ട് വരട്ടെ. സൂപ്പർ പടം, സൂപ്പർ. വിസ്മയ എങ്ങനെയുണ്ട്? വിസ്മയ അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ ആക്ടിങ്. എന്താണ് പടത്തിൽ ഇഷ്ടപ്പെട്ടത്? അങ്ങനെ വിസ്മയൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെ, എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? അഭിനയം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഒരു നല്ല തുടക്കമില്ല. ആക്ഷൻ വൈസ് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലൈമാക്സിലെ ഫൈറ്റൊക്കെ ഭയങ്കര കുറച്ച് നല്ല എലമെൻറ്റ്സ് ഒക്കെ ആണ്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ച് ലാഗ് ഡയറക്ഷൻ വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ മോശം പടമൊന്നും അങ്ങനെയൊന്നുമല്ല. ഒരുപാട് നല്ല മൊമെൻറ്റ്സും കാര്യങ്ങളും, കുറേ ഹൈ മൊമെൻറ്റ്സ് ഒക്കെ പടം തന്നെ. BGM ഒക്കെ നല്ല സപ്പോർട്ടീവായിട്ടൊക്കെ ഫീൽ ചെയ്തു. ഒരു ആസ് എൻ ആക്ട്രസ് തുടക്കം കൊള്ളാം. പക്ഷേ ചിലപ്പോൾ ആദ്യം നിന്ന് നമ്മൾ ഹൃദയത്തിലോട്ട് വന്നപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ടില്ല. അതുപോലെ ഒരു വ്യത്യാസം ഇനി പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ലാലേട്ടനെ കാരണമാണ് ഉദ്ദേശിച്ച് വന്നത്. മെയിൻലി എലമെൻസും ഒക്കെ നല്ലതാണ്. കിട്ടുക, അത് പറയാതിരിക്കാൻ പറ്റില്ല. ആശിഷ് ആൻ്റണിയും കൂടി ഇതിൻ്റെ ഭാഗമാണല്ലോ. പിന്നെ നമ്മളൊരു 1-2 ഷോട്ട് മാത്രമേ ഒരു മുന്നേ ഒരു സിനിമയിൽ കണ്ടുള്ളൂ. എന്താണ്ട് അത് ഭയങ്കര രസമായിട്ട് ഒരു ആക്ടിങ്, എന്താ പറയുക, ഒറ്റ ഡയലോഗ് പോലും കണ്ട് ഇത്രയും എൻഗേജിങ് ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അത് എടുത്ത് പറയേണ്ടത്. അതാണ് ഈ ഫിലിമിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ ഒരു ക്യാരക്ടറൈസേഷനാണ്. അങ്ങനെ തന്നെ പുള്ളി അത് സ്ക്രീനിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഈ പറഞ്ഞ പോലെ കാണുമ്പോൾ പേടിക്കുന്ന രീതിയിലുള്ള അത് ഡയറക്ടറിൻ്റെ ഒരു ബ്രില്യൻസും കൂടിയാണ്. ആസ് എൻ ആക്ടർ ഫ്ലോപ്പായി പോയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും കറക്റ്റായിട്ട് വരുമല്ലോ. ആ മീറ്റർ അടിപൊളിയാണ്, ഭയങ്കര രസമാണ്. ആക്ഷനൊക്കെ എങ്ങനെയുണ്ട്? ആക്ഷൻ നല്ല രീതിയിലുള്ള ആക്ഷൻ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ മൊയ്ത്ത എലമെൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. അതിൻ്റെ ഫ്രെയിമിംഗ് ഒക്കെ നല്ലതായിരുന്നു. അപ്പം നമുക്ക് ഭയങ്കര എൻഗേജിങ് ആയിട്ടൊക്കെ വന്നു. പക്ഷേ ഒരു പീറ്റർ ഹീൻ മൂവി ഒന്നും പ്രതീക്ഷിച്ച് നിങ്ങൾ കാണാൻ പാടില്ല എന്നാണ്. എങ്ങനെയുണ്ട് വിസ്മയുടെ പെർഫോമൻസ് ഒക്കെ? നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഫൈറ്റൊക്കെ അടിപൊളി. ഫൈറ്റൊക്കെ ഭയങ്കരമായിട്ട് പറയേണ്ട ആവശ്യമുണ്ടോ? കിടിലനാണല്ലോ, അത് ഓൾറെഡി പ്രൂഡായിട്ടുള്ള കാര്യമല്ലേ. പക്ഷേ വിസ്മയം അടിപൊളിയായിട്ടുണ്ട്. മൊത്തത്തിൽ അടിപൊളി. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അടിപൊളിയായിട്ടുണ്ട്. മോഹൻലാലിൻ്റെ മോന് നല്ല മോളായിട്ട് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കൊള്ളാം, നല്ല രസം. നല്ലൊരു തുടക്കം തന്നെയാണ്. ഫൈറ്റ് സീനൊക്കെ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു ഷൈനിങ്ങും കാര്യങ്ങളൊന്നുമില്ല ഇൻ്റർവ്യൂവിൽ കാണിക്കുമ്പോൾ. നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഒരു ത്രില്ലൊക്കെ എടുപ്പിക്കുന്നുണ്ട്. ത്രില്ലൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫും ഉണ്ടായിരുന്നു, സെക്കൻഡ് ഹാഫ് നമുക്ക് കാണാനുള്ള ഒരു ഇതും ഉണ്ടായിരുന്നു. നല്ല പടമാണ്. ആൻ്റണിയുടെ മോൻ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആളെ പറയുമ്പോൾ ഇനി നല്ല നല്ല ക്യാരക്ടേഴ്സ് പുള്ളിയുടെ ഭാഗത്തുനിന്ന് കാണാൻ പറ്റും. ചേട്ടാ, ഒരു വിസ്മയുടെ തുടക്കം തന്നെയാണോ? നല്ല ആക്ഷനൊക്കെ എങ്ങനെയുണ്ട്? നല്ല ബോൾഡായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല ഓപ്പണിംഗ്. ഇഷ്ടപ്പെട്ടോ പടം? തുടക്കം ഗംഭീരം എന്ന് തന്നെ പറയാം. അത്ര നല്ലൊരു മൂവിയാണ്. പിന്നെ ഡയറക്ടർ പ്രത്യേകിച്ച് പറയേണ്ടിയിരുന്നു. സിനിമയുടെ ആ ഒരു തുടക്കം മുതൽ എടുക്കുന്നത് നമ്മളെ ഇങ്ങനെ പിടിച്ചിരുത്തുന്നതാണ്. വിസ്മയം മാത്രമല്ല, ഇതിലെ ആന്റണി പെരുമാറിൻ്റെ മോൻ പയ്യനാണ് എൻ്റെ വില്ലൻ ക്യാരക്ടർ. പുള്ളി ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. എന്ന് പറയുമ്പോൾ അതായത് നല്ലൊരു ത്രില്ലർ, ക്രൈം ത്രില്ലർ, സർവൈവർ ത്രില്ലർ എന്നൊക്കെ പറയുന്ന ഒരു ഗണത്തിൽപ്പെടാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. ഞാൻ ആ ട്രെയിലർ കണ്ടപ്പം ഞാൻ വിസ്മയുടെ അഭിനയമൊക്കെ എന്തെങ്കിലും എന്തോ കുഴപ്പമുള്ളതുപോലെയൊക്കെ എനിക്ക് തോന്നി. ചില ആക്ഷൻ, പക്ഷേ സിനിമ കണ്ടപ്പം ഒരു തുടക്കക്കാരിയുടെ യാതൊരു ഇതുമില്ലാതെ പുള്ളിക്കാരി വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡബ് ചെയ്ത് ആരാണെന്ന് അറിയുന്നത്, ഈ പുള്ളിക്കാരി എന്നെയാണോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ എന്തായാലും എല്ലാം ഓവറാൾ വളരെ നല്ല മൂവി. പിന്നെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എടുത്ത് പറയാതിരിക്കുന്നില്ല. അത്രയ്ക്ക് ആ സിനിമയെ പൊഴിപ്പിച്ചിട്ടുള്ള ജയസിൻജിയാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. BGM നന്നായിട്ടുണ്ട്. ക്യാമറ ആയാലും ഓരോ സീനും വളരെ ഭംഗിയായിട്ട് ഒരു വിഷ്വൽ ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ അത് ആ സിനിമയിൽ നിന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി നമുക്ക് ഈ ആഴ്ച ഇറങ്ങിയതിൽ നമുക്ക് കാശ് മുതലാവും, ഒരു നഷ്ടമില്ല എന്നുള്ള പോയി കാണാൻ പറ്റിയ സിനിമ. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ നമ്മുടെ ലെജൻഡറി മോഹൻലാലിൻ്റെ മക്കളെന്തായാലും പേര് ദിവസം കേൾപ്പിക്കില്ല എന്നുള്ള ആക്ഷൻ. ഈ പറഞ്ഞ പോലെ മോഹൻലാലായാലും നല്ല ആക്ഷൻ ചെയ്യും, നമ്മുടെ പ്രണവായാലും ചെയ്യും. ഇതിൽ നന്നായിട്ട് പുള്ളിക്കാരി
വിസ്മയ ആക്ഷൻ കൈകാര്യം ചെയ്യുന്നത്. അടിപൊളി, നമുക്ക് കണ്ടിരിക്കുക, യാതൊരു യാന്ത്രികതയില്ലാതെ വളരെ ഭംഗിയായിട്ട് സൂപ്പർ എന്ന് പറഞ്ഞാൽ ഈ ആഴ്ച ഇറങ്ങിയാൽ നമുക്ക് പൈസ മുതലാക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ ലാലേട്ടൻ ഫാൻസ് എന്നും പറഞ്ഞ് ലാലേട്ടൻ്റെ ഒരുപാട് ഇത് കാണിക്കുമെന്ന് പറഞ്ഞ ആ ചിന്തയെന്ന് ഒരിടത്ത് അവർ പറഞ്ഞിട്ടില്ല. ലാലേട്ടൻ ആ ഒരു ക്യാമിയോ അപ്പിയറൻസ് ആണ്. പുള്ളി ഭയങ്കര ഒരു സീറ്റായിട്ട് പുള്ളി ആ കുറച്ച് ഇച്ചിരി നേരെ ഉള്ളുവെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ട് ആ സിനിമയിൽ അങ്ങ് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ വെരി ഗുഡാണ് എന്ന് പറയുമ്പോൾ 10 ഞാൻ ഒരു 9 കൊടുക്കും. അത്രയ്ക്ക് നല്ലൊരു ക്വാളിറ്റി ഉണ്ട്.